നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പൊട്ടിപ്പാറും പോരാട്ടം, ആവേശം വിതറി സ്ഥാനാർത്ഥികളുടെ പര്യടനം. ദേശീയപാത മുടിക്കോടിൽ ബസ് യാത്രക്കാരനിൽ രേഖകളില്ലാത്ത 62.5 ലക്ഷം രൂപ പിടികൂടി. കർണാടക സ്വദേശി പിടിയിൽ. മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞ് അപകടം, 3 പേർക്ക് പരിക്കേറ്റു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരും, ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ജനഹിതം 2026. പുതുക്കാട് മണ്ഡലത്തിൽ ആവേശം വിതറി NDA സ്ഥാനാർത്ഥി A. നാഗേഷിന്റെ പര്യടനം. രാവിലെ വെള്ളിക്കുളങ്ങരയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. തുടർന്ന് ആശാൻപടി, കിഴക്കേ കോടാലി, കോടാലി സെന്റർ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പര്യടനം മറ്റത്തൂർ മേഖലയിലേക്ക് കടന്നു. ഓവുങ്ങൽ, മൂന്നുമുറി, അവിട്ടപ്പിള്ളി എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥിക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. വാസുപുരം, മറ്റത്തൂർക്കുന്ന്, പന്തല്ലൂർ സെൻട്രൽ സ്കൂൾ എന്നിവിടങ്ങളിലെ വോട്ടർമാരെ നേരിൽ കണ്ട അദ്ദേഹം NDAയുടെ വികസന കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. ഉച്ചയ്ക്ക് ശേഷം നെല്ലായി സെന്റർ, നന്നിക്കര, മുത്രത്തിക്കര എന്നിവിടങ്ങളിൽ പര്യടനം തുടർന്നു. വൈകുന്നേരത്തോടെ പറപ്പൂക്കര, നെടുമ്പാൾ, തൊട്ടിപ്പാൾ മേഖലകളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തി. മുളങ്ങ്, രാപ്പാൾ എന്നിവിടങ്ങളിലെ സന്ദർശനത്തിനു ശേഷം വൈകിട്ട് കുറുമാലിയിൽ പര്യടനം സമാപിച്ചു. മണ്ഡലത്തിലെ വികസന ചർച്ചകൾ സജീവമാക്കി വരും ദിവസങ്ങളിലും കൂടുതൽ കേന്ദ്രങ്ങളിൽ പര്യടനം തുടരാനാണ് NDA ക്യാമ്പിന്റെ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുതുക്കാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ പര്യടനം തുടരുന്നു. പറപ്പൂക്കര പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ അദ്ദേഹം പര്യടനം നടത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, വിവിധ ആരാധനാലയങ്ങൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു UDF സ്ഥാനാർത്ഥിയുടെ പര്യടനം. രാവിലെ നന്ദിക്കര സെന്റ് മേരീസ് ദേവാലയത്തിലും പറപ്പൂക്കര സെന്റ് ജോൺസ് ഫൊറോന ദേവാലയത്തിലും സന്ദർശനം നടത്തിയ അദ്ദേഹം വിശ്വാസികളുമായും മതമേലധ്യക്ഷന്മാരുമായും സംസാരിച്ചു. തുടർന്ന് പറപ്പൂക്കര KCB ഓഫീസിലെത്തിയ സ്ഥാനാർത്ഥി ഉദ്യോഗസ്ഥരെയും നാട്ടുകാരെയും കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ജീവൻ ജ്യോതി അഗതി മന്ദിരം സന്ദർശിച്ച ബാബുരാജ് അവിടുത്തെ അന്തേവാസികൾക്കൊപ്പം സമയം ചിലവഴിച്ചു. തുടർന്ന് മേഖലയിലെ ടൈൽ ഫാക്ടറിയിലും നെല്ലായിയിലെ ഔഷധ നിർമ്മാണശാലയിലും സന്ദർശനം നടത്തി. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് ചോദിച്ചറിഞ്ഞു. നെല്ലായി പള്ളി സന്ദർശനത്തോടെയാണ് പകൽ പര്യടനം പൂർത്തിയായത്. പറപ്പൂക്കര മണ്ഡലത്തിലെ UDF നേതാക്കളും പാർട്ടി പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പം പര്യടനത്തിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിലും മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ സ്ഥാനാർത്ഥിയുടെ പര്യടനം തുടരും. പുതുക്കാട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രന്റെ പ്രചാരണം വേറിട്ട രീതിയിൽ പുരോഗമിക്കുന്നു. മോർണിംഗ് വാക്ക് വിത്ത് KKR എന്ന പേരിൽ പ്രഭാത സവാരി നടത്തിക്കൊണ്ടുള്ള പര്യടനമാണ് വ്യത്യസ്തമാകുന്നത്. പറപ്പൂക്കര പഞ്ചായത്ത് തലത്തിലാണ് ബുധനാഴ്ച പര്യടനം നടന്നത്. നെടുമ്പാൾ മുതൽ നന്നിക്കര വരെ നടന്ന പര്യടനത്തിൽ നിരവധി നാട്ടുകാരും സ്ഥാനാർത്ഥിക്കൊപ്പം ചേർന്നു. പുതുക്കാട് മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും സമാന രീതിയിൽ പര്യടനം നടത്തിവരുന്നുണ്ട്. തുടർച്ചയായി എല്ലാ ദിവസങ്ങളിലും ഓരോരോ പ്രദേശങ്ങളിലാണ് പ്രഭാത സവാരി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ നെടുമ്പാളിൽ നിന്നാണ് പ്രഭാത സവാരി ആരംഭിച്ചത്. ഏതാണ്ട് 5 കിലോമീറ്ററോളം രാവിലത്തെ നടത്തം പൂർത്തീകരിച്ച് നന്ദിക്കര സെൻറ്ററിലുള്ള ഈ ചെറിയ ചായക്കടയിൽ ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നിൽക്കുകയാണ്. ഞങ്ങളത് ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ, ഇന്നലെ അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിലായിരുന്നു, അതിന് മുൻപത്തെ ദിവസം തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലായിരുന്നു, നാളെ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് നടക്കുന്നത്. എല്ലാ ദിവസവും ഓരോ പ്രദേശത്തെയും ജനങ്ങളെ കാണുന്നതിന് വേണ്ടി പ്രത്യേകമായി ഞാൻ എന്നും നടക്കുന്ന ഒരാളാണ്. രാവിലെ അതെൻ്റെ പ്രദേശത്താണ്, എൻ്റെ വീടിൻ്റെ അവിടെയാണ് നടക്കുന്നത്. ആ നടത്തം വിവിധ പ്രദേശങ്ങളിലേക്ക് ഞാൻ വ്യാപിച്ചിരിക്കുകയാണ്. ഇലക്ഷനാണെന്നുള്ളതുകൊണ്ട് കുറേയേറെ നടക്കുന്ന ആളുകളെ കാണാനും മറ്റ് ജനവിഭാഗങ്ങളെ കാണുന്നതിനു വേണ്ടി ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്.
കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടത്തിയ വികസനങ്ങൾക്കുള്ള വലിയ ഒരു പിന്തുണയാണ് ഈ നടത്തത്തിലൂടെ അറിയാൻ സാധിച്ചതെന്ന് കെ രാമചന്ദ്രൻ പറഞ്ഞു. യാത്രക്കാരോടും നാട്ടുകാരോടും വോട്ടഭ്യർത്ഥിച്ചും കുശലാന്വേഷണം നടത്തിയുമെല്ലാമായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം. സ്ഥാനാർത്ഥി പര്യടനം എന്നതിലുപരി ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം കൂടിയാണ് ഈ പരിപാടിയുടെ ഉദ്ദേശമെന്ന് LDF പറപ്പൂക്കര പഞ്ചായത്ത് കൺവീനർ EK അനൂപ് പറഞ്ഞു. പുതുക്കാട് നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി സഖാവ് KK രാമചന്ദ്രൻ ഇന്ന് രാവിലെ ഒരു മോർണിംഗ് വാക്ക് പരിപാടി നെടുമ്പാൾ മുതൽ നന്ദിക്കര സ്കൂൾ സ്റ്റോപ്പ് വരെ ഏകദേശം 5 കിലോമീറ്റർ ദൂരത്തിലധികം കാൽനടയായി സഞ്ചരിച്ചുകൊണ്ടാണ് ഒരു പ്രചരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഇത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം മാത്രമല്ല, നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാരും അതുപോലെ MLA ഒക്കെ നടത്തുന്ന ബോധവൽക്കരണത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രചരണ പരിപാടി സംഘടിപ്പിച്ചത്. നിരവധി ചെറുപ്പക്കാരും അതുപോലെ മുതിർന്ന ആളുകളും അടക്കം ആബാലവൃദ്ധ ജനങ്ങളും MLAയോടൊപ്പം നമ്മുടെ സ്ഥാനാർത്ഥിയോടൊപ്പം അണിചേരുന്ന ആവേശകരമായ കാഴ്ചയാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. PD നെൽസൺ, PR രാജൻ, KC പ്രദീപ്, A രാജീവ് എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. മഹിളാ കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ UDF സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ വിജയത്തിനായി കൺവെൻഷൻ സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. EA ഓമന അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി KV ദാസൻ, സ്ഥാനാർത്ഥി KM ബാബുരാജ്, കല്ലൂർ ബാബു, ഡേവിസ് അക്കര, KL ജോസ്, സുധൻ കാരയിൽ, സോമൻ മുത്തറത്തിക്കര, പ്രീജ നായർ, രജനി സുധാകരൻ, P ഗോപാലകൃഷ്ണൻ, മുഫീന ഷിഹാബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. UDF പുതുക്കാട് മണ്ഡലം കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി KC അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാജു തളിയപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. UDF കൺവീനർ സോമൻ മുത്രത്തിക്കര, DCC ജനറൽ സെക്രട്ടറി സെബി കൊടിയൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുധൻ കാരയിൽ, വൈസ് പ്രസിഡന്റ് ഷാജു കാളിയങ്കര, പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു, വൈസ് പ്രസിഡന്റ് KJ ജോജു, കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VK ആന്റണി, KDP നിയോജക മണ്ഡലം പ്രസിഡന്റ് സുരേന്ദ്രൻ, സന്തോഷ് ഐത്താടൻ എന്നിവർ പ്രസംഗിച്ചു. MK പോൾസൺ, MP പോളി, സെബി കൊടിയൻ എന്നിവർ രക്ഷാധികാരികളായും രാജു തളിയപ്പറമ്പിൽ ചെയർമാനും ഷാജു കാളിയങ്കര, KJ ജോജു എന്നിവർ കൺവീനർമാരായും KA ഫ്രാൻസിസ് ട്രഷററായും 101 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ചാലക്കുടി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയും നടത്തി. ഓഫീസ് ഉദ്ഘാടനം BJP തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ നിർവഹിച്ചു. റോഡ് ഷോയ്ക്ക് BJP മണ്ഡലം പ്രസിഡന്റ് പ്രജിത്ത, സെക്രട്ടറി സുജിത്ത, പ്രദീപ് വാഴക്കാലി, OB ബിബിൻ, വിപിൻ വർഗീസ്, PS രതീഷ്, രഞ്ജു, അനിൽ, KP രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആദ്യമായി പങ്കാളികളാകുന്ന കന്നി വോട്ടർമാർക്കും വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്. ഏതാനും ചിലരുടെ പ്രതികരണങ്ങളിലേക്ക്. പുറത്ത് അന്തരീക്ഷത്തിൽ നല്ല ചൂടാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പരീക്ഷാ ചൂടാണ്, സ്ഥാനാർത്ഥികൾക്കാണെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും. ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി ഇറങ്ങിയപ്പോഴാണ്, അളഗപ്പ ബസ് സ്റ്റോപ്പിന് സമീപം എത്തിയപ്പോഴാണ് ഏതാനും വിദ്യാർത്ഥികൾ, ഇവിടെ പരീക്ഷ കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ചൂടിൽ നിന്ന് ആശ്വാസം നൽകാനായിട്ട് തണ്ണിമത്തൻ്റെ ജ്യൂസ് നൽകുന്നത് കണ്ടത്. അപ്പോൾ ഞങ്ങളും അതൊന്ന് രുചിക്കാമെന്ന് കരുതി. വളരെ നല്ലൊരു കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അളഗപ്പ പോളിടെക്നിക്കിലെ SFI യൂണിറ്റിലെ വിദ്യാർത്ഥികളാണ് ഈ ഒരു സേവന പ്രവർത്തനം ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഒരു പരിപാടിയിലേക്ക് എത്തിയത്? ഞങ്ങളെല്ലാ കൊല്ലവും ഈ +1, +2, 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് എക്സാം ടൈമുകളിൽ ഞങ്ങളിങ്ങനെ തണ്ണീർ പന്തൽ വെക്കാറുണ്ട്. അപ്പോൾ അവർക്കൊരു കൂളായി എക്സാം എഴുതുന്ന ഒരു അന്തരീക്ഷം വരാൻ വേണ്ടി ഞങ്ങൾ കൊടുക്കുന്നതാണ്. ഇപ്പം ഞങ്ങൾ അളഗപ്പ വെസ്റ്റ് LCയും അതുപോലെ തന്നെ പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികളാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ എന്താണ് പേരെന്താണ്? എൻ്റെ പേര് അഭിനവ്. അഭിനവ് വോട്ടുണ്ടോ? എനിക്ക് വോട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ്. എന്തിനായിരിക്കും അഭിനവിൻ്റെ വോട്ട് എന്തിനായിരിക്കും ചെയ്യുക? എൻ്റെ വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടിന് വികസനം തരുന്ന ആരാണോ അവർക്കാണ് എൻ്റെ വോട്ട്. വികസനത്തിനാണ് വോട്ട്. വികസനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യുന്ന പക്ഷത്തിനാണ് ഞാൻ വോട്ട് ചെയ്യുക. മോൻ്റെ പേരെന്താ? ആബിദ്. ആബിദ് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആബിദിന്റെ വോട്ട് അത് എന്തിനുള്ള വോട്ടായിരിക്കും? വോട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, നല്ല പ്രവൃത്തികൾ അങ്ങനെയൊക്കെ ചെയ്ത് അപ്പോൾ അവർക്ക് നോക്കി വോട്ട് ചെയ്യാം.
അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ടോ? ആ കണ്ടിട്ടില്ല, എങ്ങനെയാണ്? ഇപ്പോൾ സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ. എന്താണ് പേരെന്താണ്? എൻ്റെ പേര് അല്ലഫ്സൽ. ആദ്യമായിട്ടാണോ വോട്ട് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ വോട്ടാണ്. ഇത് രണ്ടാമത്തെ വോട്ടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർണായകമായ തെരഞ്ഞെടുപ്പാണെന്നാണ് കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. അപ്പോൾ മോൻ്റെ വോട്ട് ആർക്കാണ് എന്ന് പറയണമെന്നില്ല, എന്തിനു വേണ്ടിയിട്ടായിരിക്കും വോട്ട്? എൻ്റെ വോട്ട് എന്ത് വന്നാലും വികസനത്തിന് വേണ്ടിയായിരിക്കും. കാരണം നമുക്ക് ഇന്ത്യയിലെ തന്നെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളം വളരെയധികം മുന്നിലാണ്. അപ്പോൾ അതിൻ്റെ കാരണം നമുക്ക് ഈ 10 കൊല്ലം കൊണ്ട് ഏകദേശം മനസ്സിലായതാണ്. കാരണം ഇടതുപക്ഷമാണ് ഈ 10 കൊല്ലം ഭരിക്കണമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ വെച്ച് കേരളത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ കേരളം നമുക്കറിയാം, ഹോസ്പിറ്റൽ രംഗങ്ങളിലായാലും എല്ലാ കാര്യത്തിലും ഒന്നാമതാണ്. എഡ്യൂക്കേഷൻ, വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കായാലും സ്മാർട്ട് ക്ലാസ് റൂം, എല്ലാത്തിലും ഒന്നാം സ്ഥാനത്ത് കേരളമാണ്. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഈ പുതിയ ജൻസി തലമുറ കൂടുതലും നമ്മുടെ നാട് വിട്ടു പോകാൻ ശ്രമിക്കുന്നത്? നാട് വിട്ടു പോകാൻ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ ജോലിക്ക് നമുക്ക് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടാൻ പാടാണ്. അതിപ്പോൾ നമുക്ക് ഒരു സർക്കാരിൻ്റെ തലയിലിടാൻ പറ്റില്ല അങ്ങനെ ഒരു സംഭവം. കാരണം അത് വിദ്യാർത്ഥികൾക്ക് ഇപ്പം എല്ലാവരും ചോദിക്കുന്ന എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസിന് നമുക്ക് ജോലിക്ക് പോകണമെങ്കിൽ ജോലി കിട്ടണം. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമുക്ക് പുറം രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ശമ്പളം കൂടുതൽ കിട്ടും. അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടാണ്. അവിടെ പോയാലും പഠിപ്പ് ഒക്കെ വലിയ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് അവിടെ പോയി നമുക്ക് പാർട്ട് ടൈം ജോലി എടുത്തിട്ടായാലും ശമ്പളം കിട്ടി തുടങ്ങും. അപ്പോൾ വികസനത്തിനാണ് വോട്ട്. ഏതായാലും സേവനം മുഖമുദ്രയാക്കിയ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് ഇവർ. ഇവർക്ക് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുണ്ട്. ഏതായാലും നാടിൻ്റെ വികസനത്തിനാണ് ഇത്തവണത്തെ വോട്ട് എന്നാണ് കന്നി വോട്ടർമാരടക്കമുള്ളവർ പറയുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. മറ്റു വാർത്തകളിലേക്ക്. ദേശീയപാത മുടിക്കോടിൽ ബസ് യാത്രക്കാരിൽ നിന്ന് രേഖകളില്ലാത്ത 62.5 ലക്ഷം രൂപ പിടികൂടി. കർണാടക സ്വദേശി പിടിയിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിൽ പരിശോധന ശക്തമാക്കിയിരിക്കെ മുടിക്കോട് ദേശീയപാതയിൽ നടത്തിയ വാഹന പരിശോധനയിൽ വൻ തുക പിടികൂടി. കർണാടക KSRTC ബസ്സിൽ കടത്താൻ ശ്രമിച്ച 62.5 ലക്ഷം രൂപയാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് കർണാടക സ്വദേശിയായ ഉദയശങ്കറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബുധനാഴ്ച രാവിലെ 7 മണിയോടെയാണ് സംഭവം. ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയായിരുന്ന ബസ് തൃശൂർ മുടിക്കോട് എത്തിയപ്പോൾ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും എക്സൈസ് ഇന്റലിജൻസും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പണമിടപാടുകൾ നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. കർണാടകയിൽ വസ്തു വിറ്റ പണമാണ് ഇതെന്നാണ് പിടിയിലായ ഉദയശങ്കർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. എന്നാൽ ഈ അവകാശവാദം തെളിയിക്കുന്ന യാതൊരുവിധ രേഖകളും ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നില്ല. മതിയായ രേഖകളില്ലാത്തതിനാൽ പണം പിടിച്ചെടുത്ത അധികൃതർ കേസ് കൂടുതൽ അന്വേഷണത്തിനായി ആദായനികുതി വകുപ്പിന് കൈമാറുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലും ദേശീയപാതകളിലും വരും ദിവസങ്ങളിലും പരിശോധന കർശനമായി തുടരുമെന്ന് പോലീസ് അറിയിച്ചു. മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞ് ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച രാവിലെ 7:30യോടെയാണ് അപകടമുണ്ടായത്. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് സ്വദേശികളായ യാത്രക്കാർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇവർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ ഓട്ടോറിക്ഷ കരുവാപ്പടിയിൽ വെച്ച് നിയന്ത്രണം തെറ്റി സമീപത്തെ വീട്ടുമതിലിടിച്ച് മറിയുകയായിരുന്നു. അപകടം നടന്നയുടനെ നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റവരെ വാഹനത്തിൽ നിന്നും പുറത്തെടുത്തത്. പരിക്കേറ്റ 3 പേരെയും ഉടൻ തന്നെ വെണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. സംഭവസ്ഥലത്തെത്തിയ വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. താളമേള വിസ്മയം തീർത്ത് പൊന്നൂക്കര മൈമ്പിള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ശ്രീധരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി തോട്ടപ്പുറത്ത് ഇല്ലം നാരായണ ശർമ്മ സഹകാർമ്മികനായി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വിവിധ സമാജങ്ങളിൽ നിന്നും വാദ്യമേളത്തോടെയുള്ള പൂരം കാവടി വരവ് ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. തുടർന്ന് മേളപ്രമാണി പാറമേക്കാവ് അഭിഷേകും സംഘത്തിൻ്റെയും നേതൃത്വത്തിലുള്ള പാണ്ടിമേളത്തോടെയുള്ള കൂട്ടിയെഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകൾ നടത്തി.
സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുമെന്ന് മുന്നറിയിപ്പ്. വ്യാഴാഴ്ച വരെ പാലക്കാട്, കൊല്ലം ജില്ലകളിൽ താപനില 38 ഡിഗ്രി വരെയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി വരെയും തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ട്. ഇത് സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലാണ്. കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റുട്രോണിക്സ് തിരുവനന്തപുരം, ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിൽ 1 വർഷം 6 മാസം 3 മാസം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കോഴ്സിലേക്ക് SSLC, +2, ഡിഗ്രി പാസ്സായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 7994926081. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,445 രൂപ, പവന് 1,07,560 രൂപ. പറപ്പൂക്കര മുത്തരത്തിക്കര ചെരിയിൽ രഘുനന്ദനൻ നായർ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഗീതയാണ് ഭാര്യ. രതീഷ്, നിഷ എന്നിവർ മക്കളും, രശ്മി, മണികണ്ഠൻ എന്നിവർ മരുമക്കളുമാണ്. വെണ്ടോർ കനാൽ സ്റ്റോപ്പിന് സമീപം മൊയലൻ റപ്പായി അന്തരിച്ചു. 81 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ സെലീന. കടമ്പോട് പള്ളായി സുബ്രഹ്മണ്യൻ ഭാര്യ തങ്ക അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ. രാമകൃഷ്ണൻ, ലളിത, സുരേന്ദ്രൻ, ശൈലജൻ, ശൈലജ, ബാബു എന്നിവർ മക്കളും, ചന്ദ്രികവല്ലി, രമണി, സജിനി, മോഹനൻ, വിബി, പരേതനായ രാധാകൃഷ്ണൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊട്ടിപ്പാറും പോരാട്ടം. ആവേശം വിതറി സ്ഥാനാർത്ഥികളുടെ പര്യടനം. ദേശീയപാത മുടിക്കോടിൽ ബസ് യാത്രക്കാരനിൽ രേഖകളില്ലാത്ത 62.5 ലക്ഷം രൂപ പിടികൂടി. കർണാടക സ്വദേശി പിടിയിൽ. മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞ് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരും. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.